ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. ആലപ്പുഴ ചെന്നിത്തല നവോദയ സ്കൂളിലെ ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച നിലയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി നേഹയാണ് മരിച്ചത്. ഹോസ്റ്റലിലെ ശുചിമുറിക്ക് സമീപം പുലർച്ചെയാണ് മൃതദേഹം കണ്ടത്. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. എന്തിനായിരുന്നു ഈ ആത്മഹത്യാ കുറിപ്പ് മറ്റോ കണ്ടെടുത്തിട്ടുണ്ടോ? വിശദാംശങ്ങൾ. അത്തരത്തിൽ ഒരു കുറിപ്പോ മറ്റു കാര്യങ്ങളോ കണ്ടെത്തിയിട്ടില്ല. ഇന്ന് രാവിലെ 4:30 ചെന്നിത്തല നവോദയ സ്കൂളിലെ നേഹ എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ സഹപാഠിയാണ് ഈ കുട്ടി സ്റ്റെയർകേസിനോട് ചേർന്നുള്ള കൈവരിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ശുചിമുറിയുടെ അടുത്ത ഭാഗത്തായി കണ്ടെത്തിയത്. ഈ മരണവുമായി ബന്ധപ്പെട്ട ഒരു ഡയറി ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് സഹപാഠിയായ വിദ്യാർത്ഥിനിയെ ഏൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. നിലവിൽ ആ മരണസ്ഥലത്ത് നിന്ന് മറ്റു കുറിപ്പുകളോ കാര്യങ്ങളോ ഒന്നും കണ്ടെത്തിയിട്ടില്ല. ആറാട്ടുപുഴ സ്വദേശിയാണ് ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി. ഒപ്പം മാന്നാർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. ഇന്നലെ സ്കൂളിൽ നടന്ന കൾച്ചറൽ പ്രോഗ്രാംസിലടക്കം വളരെ സജീവമായിരുന്നു ഈ കുട്ടി മരിച്ച പെൺകുട്ടി എന്ന് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചതിനെ സംബന്ധിച്ച് അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഇതേ സമാനമായ രീതിയിൽ നവോദയ സ്കൂളിൽ റാഗിങ്ങിനെ സംബന്ധിച്ച് ചില പരാതികൾ ഉയർന്നിരുന്നു. 8ാം ക്ലാസ് വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ രക്ഷകർത്താക്കളായിരുന്നു സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് പരാതി പറഞ്ഞിരുന്നത്. ആ സംഭവം നടന്ന ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് ഇപ്പോൾ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ പ്രാഥമികമായി ഈ വിഷയത്തിന് റാഗിങ്ങുമായി ഒന്നും നിലവിൽ ബന്ധമില്ല എന്നാണ് മാന്നാർ പോലീസ് വ്യക്തമാക്കുന്നത്. കൂടുതൽ പരിശോധനകൾ ഇതിനകത്ത് ആവശ്യമുണ്ട്. ഈ കുട്ടിയുടെ ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്ന കാര്യങ്ങളടക്കം നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ ഡയറി നശിപ്പിച്ചു കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മറ്റൊരു വിദ്യാർത്ഥിനിയെ സഹപാഠിയായ മറ്റൊരു വിദ്യാർത്ഥിനിയെ ഇത് ഏൽപ്പിച്ചിരുന്നത് എന്നും നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് റാഗിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും അത്തരം കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് യാതൊരു സൂചനയും ലഭ്യമായിട്ടില്ല. എന്തായാലും പോലീസ് പരിശോധിച്ചു വരികയാണ്. ശരണ്യ, ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി, അതായത് ഈ വിദ്യാർത്ഥിനി ഇപ്പോൾ ഈ ഡയറി നൽകിയ സഹപാഠി ആ പെൺകുട്ടിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? മറ്റെന്തെങ്കിലും പ്രശ്നം ഈ പെൺകുട്ടി നേരിട്ടിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ഈ കുട്ടിയിൽ നിന്ന് ചോദിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ പോലീസിന്? നിലവിൽ ഇൻക്വസ്റ്റ് നടപടികളടക്കം പോലീസ് പൂർത്തീകരിക്കുന്നതിന്റെ കാര്യങ്ങളാണ്. കാരണം കോളേജിന്റെ കുട്ടികൾ 6ാം ക്ലാസ് തൊട്ടാണ് നേഹ നവോദയ സ്കൂളിൽ ചെന്നിത്തല നവോദയ സ്കൂളിൽ പഠിച്ചു വരുന്നത്. നമുക്കറിയാം, അവിടെ നവോദയയിൽ താമസിച്ചാണ് വിദ്യാർത്ഥിനികൾ പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഈ കുട്ടികൾ കയറി വരുന്ന ഒരു ഭാഗത്തിനാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ മറ്റും പൂർത്തീകരിക്കുകയാണ്. സഹപാഠിയായ വിദ്യാർത്ഥിനോട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒന്നും ഇതുവരെ പോലീസിന് വിവരം ലഭ്യമായിട്ടില്ല. ഒപ്പം തന്നെ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. അത് റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അല്ലെങ്കിൽ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അല്ല എന്നാണ് പ്രാഥമികമായി നമ്മളോട് പോലീസ് പറയുന്നത്. പക്ഷെ അതിനകത്ത് ഇനിയും കാര്യങ്ങൾ നോക്കേണ്ടതായുണ്ട്. അത് വരും മണിക്കൂറുകളിൽ നമുക്ക് നൽകാനാകും. യെസ്, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ആലപ്പുഴ ചെന്നിത്തല നവോദയ സ്കൂളിലെ ഹോസ്റ്റലിലാണ് വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി നേഹയാണ് മരിച്ചത്. ഹോസ്റ്റലിലെ ശുചിമുറിക്ക് സമീപം പുലർച്ചെയാണ് മൃതദേഹം കണ്ടത്. എന്താണ് ഈ ആത്മഹത്യയ്ക്ക് ഈ കുട്ടിയെ പ്രേരിപ്പിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ നമുക്ക് അതിന്റെ കാരണം വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.